ഒക്ടോബർ മാസത്തിൽ വരുന്ന ബ്രസീലിൻ്റെ 2 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചിനുള്ള ടീമിനെ ഈ വരുന്ന 21-ാം തീയതി ബ്രസീലിൻ്റെ കോച്ച് പ്രഖ്യാപിക്കും എന്നുള്ള അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ബ്രസീലിൻ്റെ സാഹചര്യം, അതുപോലെ നെയ്മർ ജൂനിയറിൻ്റെ തിരിച്ചുവരവ്, അതുപോലെ ഒരുപാട് ചർച്ചകൾ റീസെൻ്റ്ലി ആയിട്ട് ബ്രസീലിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ബ്രസീൽ ടീമിൻ്റെ താരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പല വിധത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഒന്നാമത് ബ്രസീൽ ടീമിൻ്റെ നിലവിലുള്ള അവസ്ഥ, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ്, നമുക്ക് പ്രതീക്ഷിച്ച താരങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള മികവിലെത്താത്ത സാഹചര്യം, അതുപോലുള്ള ഒരുപാട് കാരണങ്ങൾ നിലവിൽ ബ്രസീൽ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നെയ്മർ ജൂനിയർ ടീമിലില്ലാത്ത അവസ്ഥ. നെയ്മർ ജൂനിയർ ടീമിലില്ലാതെ ആ ടീം മുന്നോട്ട് പോകില്ല എന്ന് 100% നമുക്ക് കഴിഞ്ഞ ടൂർണമെൻറ്റ് അതുപോലെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ബ്രസീലിൻ്റെ ഗെയിമുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. നെയ്മർ ജൂനിയർ ഇല്ലാതെ ടീം ഒന്നും ആകില്ല എന്നുള്ള കാര്യം. കാരണം ഒരുപാട് യൂറോപ്പിലെ മികച്ച താരങ്ങളുള്ള ക്ലബ്ബാണ്, യൂറോപ്പിലെ മികച്ച സാലറി വാങ്ങുന്ന, ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന റയൽ ബാഴ്സ പോലുള്ള ക്ലബ്ബുകളിൽ കളിക്കുന്ന ഓരോ താരങ്ങളാണ് ഓരോ പൊസിഷനിലും ഉള്ളത് എന്നുള്ളതാണ്. മികച്ച ഒരു 11 ബ്രസീലിന് ഉണ്ട് എന്നുണ്ടെങ്കിലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോച്ചിന് കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിലിറങ്ങുന്ന താരങ്ങൾക്ക് തൻ്റേതായ രീതിയിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ബ്രസീലിൻ്റെ അവസ്ഥ. അപ്പോൾ ബ്രസീലിൽ നെയ്മർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ബ്രസീലിൻ്റെ ആ ഒരു നിലവിലുള്ള ഈ മെല്ലെ പോക്കിനുള്ള ഒരു പ്രശ്നങ്ങൾ ഒരു 50 അല്ലെങ്കിൽ 70% സോൾവ് ആകും. അതിൻ്റെ കൂടെ ഒരു മികച്ചൊരു 11 കൂടി സെറ്റാക്കി എങ്ങാണ്ട് 2026 പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അടുത്ത വേൾഡ് കപ്പിലേക്ക്. അല്ലാതെ ഒരു ചെറിയ ടീമിനോട് പോലും തോൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ സമനില പിടിക്കുന്ന, ലാറ്റിൻ അമേരിക്കയിലെ ടീമിനോട് വരെ തോൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് അടുത്ത 2026 കാത്തിരുന്നിട്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രസീലിൻ്റെ സിറ്റുവേഷന് ഇപ്പം അങ്ങനെയാണ്. എന്തായാലും അടുത്ത മാസത്തെ മത്സരങ്ങൾ ഒന്ന് ചിലിനോട്ടാണ്, അതുപോലെ പെറുവിനോട്ടാണ്. ലാറ്റിൻ അമേരിക്കയിലെ കുഴപ്പമില്ലാത്ത ടീം തന്നെയാണ് ചിലി, പെറു ടീമുകളൊക്കെ. അവരോട് മത്സരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ അടുത്ത മത്സരങ്ങൾ കളിക്കാനുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല. കാരണം അൽ ഹിലാലിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം തിരിച്ചു വരാനുള്ള കഠിനമായ ശ്രമത്തിലാണുള്ളത്. പക്ഷേ എങ്കിലും കുറച്ച് മുന്നേ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഫയലായതുകൊണ്ട് വീണ്ടും കുറച്ച് ദിവസം കൂടി റെസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രസീലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം തിരിച്ച് വന്നിട്ട് ആ ഒരു ടീമിലൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ബ്രസീലിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകൂ. അതുപോലെ തന്നെ 2026 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ അപ്പോഴേക്കും ഈ ഇതുപോലുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചുകൾ, ഫ്രണ്ട്ലി മാച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ലൈനപ്പ് കൊണ്ട് ഒന്ന് ഒത്തിണക്കം ഉണ്ടാക്കിയിട്ട് വേണം 2026 പോകാൻ. അല്ലാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗെയിമുകളിലൊന്നും കളിച്ച് തോറ്റിട്ട് ഇപ്പോൾ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടുന്ന കാര്യത്തിൽ അത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം റീസെൻ്റിൽ നടന്നിട്ടുള്ള മത്സരങ്ങളിലൊന്നും നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബ്രസീലിനെ പോലെ ലോകത്തിലെ എല്ലാ വേൾഡ് കപ്പും കളിച്ച ഒരു ടീമിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഏതായാലും നെയ്മർ തിരിച്ചെത്തി. ബ്രസീലിൻ്റെ പഴയ ബ്രസീലിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള ബ്രസീലിനെ നമുക്ക് ഈ അടുത്തെങ്ങാനും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.